ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ധനുഷിൻ്റെ ഒരു സിനിമ റിലീസായല്ലോ, രായൻ. ആ ഒരു പടം കാണാനായിട്ട് പോകാമെന്നൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ. അങ്ങനെ 9 മണിക്കാണ് ഷോ തുടങ്ങുന്നത്. അപ്പോൾ ഇവർ ഇങ്ങനെയാണ് കേട്ടോ, ഇവർ വന്നു കഴിഞ്ഞാൽ, ഞാൻ ഷോപ്പിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും ഗൈസ്. അങ്ങനെ ഇവർക്ക് പെട്ടെന്ന് തന്നെ ഇവരെ റെഡിയാക്കി എടുത്ത് ഇറങ്ങുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇക്ക എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പോയില്ലെങ്കിൽ എന്ത് ചെയ്യില്ല, കൊണ്ടുപോകില്ല എന്ന്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇക്ക വന്നു കേട്ടോ. രണ്ടുപേരും ഇങ്ങനെ കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കും. അങ്ങനെ പെട്ടെന്ന് ഇക്ക വന്നപ്പോഴത്തേക്കും ഞാൻ പോയി ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് ഗൈസ്. അപ്പോൾ ഗേറ്റ് തുറന്നു കൊടുത്തു. അങ്ങനെ ഇക്ക അകത്തോട്ട് കയറി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ റെഡി ആയോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുഖം ഒരുമാതിരി വെച്ചാണ് അങ്ങ് പോകും ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ പോയി റെഡി ആവണം, അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ ഗേറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഗേറ്റ് അടച്ച്, വേണ്ട നീ പോടേ, ഞാൻ ഗേറ്റ് അടയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എന്താ വന്നിന്ന് എന്തൊക്കെയോ സംഭവങ്ങൾ നോക്കി. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുകയെന്ന് കണ്ടേ കൂടെ ഒന്നും പറഞ്ഞില്ല. ഇവർക്ക് രണ്ടുപേർക്കും ഇങ്ങനെ ഒരു സംഭവം, കഞ്ഞിയിൽ ചൂടുവെള്ളം ഒഴിച്ച് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വാപ്പച്ചീനെ പോലെയാണ് കേട്ടോ, കഴിച്ചോളും. പക്ഷേ ഇക്കാക്ക് ഇത്തിരി എല്ലാമൊക്കെ വേണം. എന്നാൽ ഇവർക്ക് ഈ ഒരു ആഹാരത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അങ്ങനെ അവർക്ക് അതൊക്കെ കൊടുത്തു. ഞങ്ങൾ റെഡിയായി. രേവതിയിലാണ് കേട്ടോ പോകുന്നത്, നമ്മുടെ സ്ഥിരം തിയേറ്റർ കുളമട. പ്രത്യേകം അണ്ണൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം എന്ത് ചെയ്യണം, എടുത്തു പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അണ്ണനായിട്ട് ഭയങ്കര കമ്പനിയാണ്, ഇതിൻ്റെ ഓണറുമായിട്ട് നമ്മൾ ഭയങ്കര കൂട്ടാണ് ഗൈസ്. പുള്ളിക്കാരനെ കാണിച്ചു തരാം കേട്ടോ, നമ്മുടെ തിയേറ്ററിൻ്റെ അകത്ത് കയറട്ടെ. അപ്പം നമുക്ക് എല്ലാ പ്രാവശ്യവും അപ്പുറത്തെ സൈഡാണ് കേട്ടോ പാർക്ക് ചെയ്യാൻ കിട്ടുന്നത്. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഗ്രൗണ്ട് തന്നെ കിട്ടി. അങ്ങനെ ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഗൈസ്. ഇത് സെക്കൻഡാണ് കേട്ടോ ഓഡിറ്റോറിയം. ഇത് സെക്കൻഡ് ഓഡിറ്റോറിയമാണ് കേട്ടോ, ഗ്രൗണ്ട് ഫ്ലോറിൽ. ഈ രായൻ എന്ന് പറയുന്ന സിനിമയാണ് നമ്മൾ കാണുന്നത്. അപ്പം ഇവിടെയാണ്, ഇത് തിയേറ്ററിൻ്റെ അകമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഈ പുള്ളിക്കാരനാണ് ഇതിൻ്റെ ഓണർ. മമ്മൂട്ടി മോഹൻലാലും കൊടുക്കുന്നില്ല, ചേട്ടൻ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. ഞങ്ങൾ സ്ഥിരം ആയതുകൊണ്ടിട്ട് ഞങ്ങളെല്ലാവർക്കും നല്ല പരിചയമാണ്. പ്രത്യേകിച്ച് ആ ക്യാൻറ്റീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ഇതുണ്ടല്ലോ സ്നാക്സിൻ്റെയൊക്കെ വരുന്ന, അവിടുത്തെ അവർക്ക് ഭയങ്കര കമ്പനിയാണ് കേട്ടോ. അങ്ങനെ ഇക്കായും മോനും കൂടി ഇങ്ങനെ നടന്നു വരികയാണ് ഗൈസ്. നമ്മൾ ഒരുവിധം എല്ലാ റിലീസിൻ്റെ അന്ന് ഞങ്ങളിവിടെ കാണും. അങ്ങനെ ഞങ്ങളിതാ വന്നു, തിയേറ്ററിൻ്റെ അകത്ത് കയറി സ്റ്റാർട്ട് ചെയ്തു. ഗോകുലം ഗോപാലൻ്റെ പ്രൊഡക്ഷനിലുള്ള മൂവിയാണ്, അതായത് ധനുഷിൻ്റെ പടമാണ് കേട്ടോ. ധനുഷിൻ്റെ 15, അതായത് 50ാമത്തെ പടമാണ്. റഹ്മാനാണ് മ്യൂസിക്കിലൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഗൈസ്. അപ്പോഴത്തന്നെ എന്തൊരു ആവേശമാണെന്നറിയാമോ. D15 എഴുതി കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര കൈയടിയും കൂക്കും വിളിയൊക്കെ ആയിരുന്നു. ഇങ്ങനെയൊക്കെ പോയിരുന്ന പടം കാണുന്നതാണ് എനിക്കിഷ്ടം ഗൈസ്. അല്ലാണ്ട് റിലീസിൻ്റെ പിറ്റേന്നൊക്കെ പോയാൽ ഇത്രയും ഒരു ഇത് കാണത്തില്ല കേട്ടോ. അങ്ങനെ പടം സ്റ്റാർട്ട് ചെയ്തു. നല്ല മൂവിയായിരുന്നു കേട്ടോ. ഇൻ്റർവെല്ലായി. അങ്ങനെ ഇൻ്റർവെല്ലൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങൾക്ക് കുറച്ച് കറുമുറൊക്കെ വേണ്ടുള്ള ടീംസാണ് കേട്ടോ. അങ്ങനെ ഞാൻ മോള് പോയി ഇത് മേടിച്ചു കേട്ടോ, പോപ്കോൺ മേടിച്ചു ഗൈസ്. അപ്പോഴത്തേക്ക് ഞാൻ 2 ബർഗറും കോളയും കൂടി പറഞ്ഞു. അങ്ങനെ ഇക്കായും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ്. അങ്ങനെ കഴിച്ചതിന് ശേഷം അവിടെ ദാണ്ട് രണ്ടുപേരും കൂടി നോക്കുകയാണ് ഇനി അടുത്ത ഏത് പടമാണെന്ന് നോക്കുകയാണ് ഗൈസ്. അങ്ങനെ പോയി നമ്മൾ കണ്ടു. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് കഴിഞ്ഞു ഗൈസ്. അതിനുശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ മോളുടെ അടുത്ത് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു മിൻഹ പടം എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചില്ലെന്നും പറഞ്ഞാൽ അവന് ഭയങ്കര കെറുവായിരുന്നു ഗൈസ്. അങ്ങനെ പിന്നെ ഞാൻ അവൻ്റെ അടുത്തുകൂടി ചോദിച്ചു. അപ്പോൾ അവൻ സൂപ്പറായിരുന്നു ഉമ്മി എന്ന് പറഞ്ഞു ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോയി. ടാറ്റാ, ബൈ.